ഹായ്, ഗുഡ് മോർണിംഗ്. എന്താണ് കുറേ ദിവസമായില്ലേ നമ്മളിങ്ങനൊരു വീഡിയോ ഓൺ വോയിസ് വന്നിട്ട്. അപ്പോൾ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? മഴയൊക്കെ ഉണ്ട് അവിടെ? ഇവിടെ ചെറുതായിട്ട് മഴയൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ എണീറ്റ് കുളിച്ച് ഇന്ന് എൻ്റെ മക്കളുടെ പിറന്നാളാണ്. അപ്പോൾ കുളിച്ച് അവർക്ക് എന്തായാലും അമ്പലത്തിൽ പോകാനുള്ള സമയം കിട്ടിയില്ല. കാരണം കാലത്ത് തന്നെ മഴയായിരുന്നു. നേരത്തെ പോകണ്ടേ, 7 മണിക്ക് ട്യൂഷൻ തുടങ്ങും. അപ്പോൾ അവർ നേരത്തെ പോയി. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഞാൻ അമ്പലത്തിൽ പോയി. ഇന്ന് എൻ്റെ കണ്ണൻ്റെ അമ്പലത്തിലാണ് പോയത്. കൃഷ്ണൻ്റെ ഇവിടെ തേവരമ്പലമുണ്ട്, അവിടെയാണ് പോയത്. അവിടെ പോയി മക്കളുടെ പേരിലൊക്കെ വഴിപാടൊക്കെ കഴിച്ചു, നന്നായി പ്രാർത്ഥിച്ചു വന്നിട്ടുണ്ട് കേട്ടോ. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ. മക്കൾക്ക് വേണ്ടി മാത്രമല്ല, നിങ്ങളെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇന്ന് എൻ്റെ മക്കൾ എൻ്റെ കൂടെ കൂടിയിട്ട് 2013 എനിക്കെൻ്റെ ഇരട്ടക്കുട്ടികൾ പിറന്നത്. 2013 ഓഗസ്റ്റ് 13 കേട്ടോ. അന്നത്തെ ആ ദിവസം എനിക്ക് മറക്കാൻ പറ്റില്ല. എനിക്ക് മാത്രമല്ല, എൻ്റെ ഫാമിലിയിൽ എല്ലാവർക്കും ഒരുപാട് ടെൻഷൻ ഉണ്ടായ ഒരു ദിവസമാണത്. കാരണം ഞങ്ങളുടെ ഫാമിലിയിൽ ആദ്യമായിട്ടാണ് ഇരട്ടക്കുട്ടികളെ പ്രസവിക്കുന്നത് ഞാനാണ് കേട്ടോ. ഫാമിലിയിൽ ആർക്കും ഇതുവരെ അങ്ങനൊരു ഇരട്ടക്കുട്ടികൾ ഉണ്ടായിട്ടില്ല. ആ ഒരു ഭാഗ്യം ദൈവം എനിക്ക് തന്നു. പിന്നെ അവരെ പ്രഗ്നൻ്റ് ആയ മുതൽക്ക് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. നല്ലോണം കഷ്ടപ്പെട്ടിട്ടുണ്ട് പറഞ്ഞാൽ ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു. കുറേ മരുന്നൊക്കെ വെച്ച് എൻ്റെ ബോഡി മൊത്തത്തിൽ വീക്കായിരുന്നു. പിന്നെ അവർക്കും ഒരുപാട് അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു 3-4 വർഷത്തോളം ഞാൻ നല്ലോണം കഷ്ടപ്പാട് അനുഭവിച്ചിട്ടുണ്ട് കേട്ടോ. എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് ഊണില്ല, ഉറക്കമില്ല, ഒരാൾ കരയുമ്പോൾ മറ്റേ കരയും, അങ്ങനെ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ഇന്ന് ദൈവം സഹായിച്ച് എൻ്റെ മക്കൾക്ക് ഒരു കുഴപ്പമില്ലാതെ പൂർണ്ണ ആരോഗ്യത്തോടു കൂടെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. എൻ്റെ മക്കൾക്ക് ആ സ്നേഹവും എല്ലാം ഉണ്ട് എൻ്റെ അടുത്ത്. അന്ന് അവരെ നോക്കാൻ വേണ്ടി ഇങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ഞാൻ മാത്രമല്ല കേട്ടോ, എൻ്റെ കൂടെ എൻ്റെ ഫാമിലി, എൻ്റെ അനിയത്തിമാർ, എൻ്റെ അമ്മ, എല്ലാവരും. എൻ്റെ ഹസ്ബൻഡ് എൻ്റെ കൂടെ ഉണ്ടായിട്ടില്ല. ഫസ്റ്റത്തെ ഡെലിവറിക്ക് മാത്രം എൻ്റെ കൂടെ ഉണ്ടായിട്ടുണ്ട്. രണ്ടാമത്തെ മാളുവിൻ്റെയും ബാവേൻ്റെയും ഒരു കാര്യത്തിൽ എൻ്റെ ഹസ്ബൻഡ് എൻ്റെ കൂടെ ഉണ്ടായിട്ടില്ല. ആൾ ഇവിടെ നാട്ടിലില്ലായിരുന്നു. അപ്പോൾ ഉറക്കങ്ങളില്ലാത്ത രാത്രികളാണ്. വർഷങ്ങളോളം ഒരു 2-2.5 വയസ്സ് വരെ ഞാൻ ശരിക്കും ഉറങ്ങിയിട്ടേ ഇല്ല. എന്ന് വെച്ചാൽ അമ്മ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് ജോലിക്ക് പോകാതെ നിവർത്തിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഒരാളെ കുളിപ്പിച്ച് കൊണ്ടുവന്ന് കിടത്തി, അത് കഴിഞ്ഞ് വീണ്ടും മറ്റാളെ എടുത്ത് കുളിപ്പിക്കും, ഒരാൾക്ക് കഴിക്കാൻ കൊടുത്ത് കിടത്തി, അത് കഴിഞ്ഞ് അടുത്ത ആൾക്ക് കഴിക്കാൻ കൊടുക്കും. അങ്ങനെ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ മക്കളെ വളർത്തിയത്. എല്ലാ അമ്മമാരും അങ്ങനെ തന്നെ ആയിരിക്കും. പക്ഷേ എല്ലാ അമ്മമാരുടെ കാര്യം അല്ല ഞാൻ പറയണത്. ഞാൻ എൻ്റെ മക്കളെ ഞാൻ വളർത്തിയ കാര്യമാണ് കേട്ടോ പറഞ്ഞത്. ഇപ്പോൾ ഒരുപാട് വയ്യായും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഒരു 5 വയസ്സ് വരെ അവർക്ക് എന്നും അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. എല്ലാവർക്കും അറിയാം, എന്നെ അറിയുന്നവർക്കൊക്കെ അറിയാം. ഒരുപാട് പൈസ ഞാൻ അവർക്ക് വേണ്ടി ചിലവാക്കിയിട്ടുണ്ട്. എൻ്റെ ജീവിതം തന്നെ ഞാൻ അവർക്ക് വേണ്ടി മാറ്റി വെച്ചതാണെന്ന് പറയാം. എൻ്റെ സ്വപ്നങ്ങൾ, എൻ്റെ ആഗ്രഹങ്ങളെല്ലാം അവർക്ക് വേണ്ടി ഞാൻ നിർത്തിയിട്ട് അവർക്ക് വേണ്ടി മാത്രം ജീവിച്ച ഒരു 5-6 വർഷം ഉണ്ടായിരുന്നു. ഇപ്പോൾ അവർ ഓക്കെയാണ്, അവർക്ക് കുഴപ്പങ്ങളൊന്നുമില്ല. ഇപ്പം നല്ല സുന്ദരി കുട്ടികളായിട്ട് നല്ല സ്മാർട്ടായിട്ട് എൻ്റെ മക്കൾ എൻ്റെ കൂടെ തന്നെയുണ്ട്. പിന്നെ എനിക്കൊന്ന് അവരെ ഞാൻ അന്ന് എത്രമാത്രം ബുദ്ധിമുട്ടോടും കഷ്ടപ്പാടോടും കൂടി നോക്കി, അതേ എഫേർട്ട് എടുത്തിട്ട് എൻ്റെ മക്കൾക്ക് പറ്റുന്ന പോലെ എനിക്ക് എന്തെങ്കിലും ഒരു ചെറിയ തലവേദന വന്നാൽ പോലും എൻ്റെ കൂടെ വന്നിട്ട് എൻ്റെ വിക്സ് തേച്ച് തന്നിട്ടായാലും വെള്ളം ചൂടാക്കി തന്നിട്ടാണെങ്കിലും കഞ്ഞി തരാൻ വേണ്ടിയിട്ടും അത് കോരി തരാൻ വേണ്ടിയിട്ടൊക്കെ എൻ്റെ 2 മക്കളെ നമ്മൾ മത്സരിക്കണ കാണുമ്പോൾ അതിന് വലിയൊരു സന്തോഷം നമുക്കില്ലല്ലോ. അപ്പോൾ മക്കൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എത്രമാത്രം എഫേർട്ട് എടുത്തോ അതിൻ്റെ 10 മടങ്ങ് സ്നേഹം നമുക്ക് തിരിച്ച് കിട്ടുന്ന ആ ഒരു നിമിഷത്തിലാണ് അമ്മ എന്ന് പറയുന്ന ആ ഒരു രൂപം പൂർണ്ണമാവണത്. ഇപ്പോൾ ദൈവം സഹായിച്ചിട്ട് ആ സ്നേഹം എൻ്റെ 2 മക്കൾക്കും ഉണ്ട്. അവർ അത്രയും നല്ല കെയറിങ്ങോട് കൂടെ എന്നെ എൻ്റെ എല്ലാ കാര്യങ്ങളിലും അവരെൻ്റെ കൂടെ നിൽക്കാറുണ്ട് കേട്ടോ. അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് എന്താവുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പിന്നെ പെൺകുട്ടികളും ഇരട്ടക്കുട്ടികളെ പ്രസവിക്കണതൊക്കെ ഒരു ഭാഗ്യമാണ് പറയണ കേട്ടിട്ടുണ്ട്. ഭാഗ്യമാണോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ ഭാഗ്യത്തിൻ്റെ കാര്യമില്ലല്ലോ. എന്തായാലും നമുക്ക്
ദൈവം തരുന്ന മക്കൾ, അത് ഇരട്ടകളാണെങ്കിലും എത്ര കുട്ടികളാണെങ്കിലും അത് ദൈവം നമുക്ക് കനിഞ്ഞു തരുന്നൊരു ഭാഗ്യമല്ലേ. ആ ഭാഗ്യത്തിൽ ഞാൻ പൂർണ്ണ തൃപ്തിയാണ്. ഇപ്പോൾ 3 മക്കളുണ്ട് എനിക്ക്. ആ 3 മക്കളെ കൊണ്ടും ദൈവം സഹായിച്ച് ഇതുവരെ ഒരു കുഴപ്പങ്ങളും ഉണ്ടായിട്ടില്ല. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടും ഒന്നും ഉണ്ടാവാതിരിക്കണേ എന്നൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. ഇതാണ് കേട്ടോ ഞങ്ങളുടെ തേവർ അമ്പലം. ഇന്ന് ഞാൻ ഇവിടേക്കാണ് പോയത്. കർക്കിടക മാസം പറഞ്ഞിട്ട് ഇവിടെ പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ പഴയന്നൂർ അമ്പലത്തിൽ വേട്ടക്കരങ്കാവിലൊക്കെ പോയി. ഇവിടെ പോകാൻ സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇന്ന് എന്തായാലും വ്യാഴാഴ്ച ദിവസമല്ലേ, കൃഷ്ണന് ഏറ്റവും ഇഷ്ടമുള്ള ദിവസമാണ് വ്യാഴാഴ്ച. ആ ദിവസമാണ് എൻ്റെ മക്കളുടെ പിറന്നാൾ വന്നേക്കുന്നത് കേട്ടോ. ഇന്ന് എൻ്റെ മക്കളുടെ പിറന്നാൾ മാത്രമല്ല, എൻ്റെ അനിയത്തിയുടെ മോളുടെ ലച്ചുട്ടിയുടെ പിറന്നാളാണ്. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ടീച്ചറുടെയും പിറന്നാളാണ്. അപ്പോൾ ലച്ചുട്ടിക്കും ലിലി മിസ്സിനും മാളുവിനും വാവയ്ക്കും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ എല്ലാവരും. ഇന്ന് നല്ലൊരു ദിവസമാണ്, ഏറ്റവും നല്ല ദിവസം അത്രേ വ്യാഴാഴ്ച പിറന്നാൾ വരണത്. അപ്പോൾ എൻ്റെ കണ്ണന് പ്രിയപ്പെട്ട ഒരു ദിവസം കൂടി ആയതുകൊണ്ട് എൻ്റെ കണ്ണൻ്റെ നടയിൽ തന്നെ പോയിട്ട് പ്രാർത്ഥിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കാലത്ത് എണീറ്റ് അവരെ കൊണ്ടാക്കി നേരെ ഞാൻ അമ്പലത്തിൽ പോയിട്ടാണ് വീട്ടിലേക്ക് വന്നത് കേട്ടോ. ഞങ്ങളുടെ അമ്പലമാണ്, നല്ല അടിപൊളി അമ്പലമല്ലേ, നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.